എത്തിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു ടൂർണമെന്റിൽ കണ്ടല്ലേ, അതുപോലെ ഒരുപാട് സംസാരിച്ചതാണ് സണ്ണി ഭായ്. സണ്ണി ഭായും ഈ തവണ നമ്മുടെ ഈ ഒരു CCPL ടൂറിൽ നമ്മൾ കഴിഞ്ഞ ഒരു ടീമിലായിരുന്നു, ലയൺസിന്റെ ടീമിലായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി ഞങ്ങൾക്ക് ഒറ്റ മാച്ച് പോലും വിജയിക്കാൻ പറ്റിയില്ല. എന്നാൽ ഈ തവണ ഈ ടീമിൽ വിജയം കൊണ്ടുവരും അല്ലേ? ഹായ് എവരിവൺ, ഗുഡ് ഈവനിങ്. എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ മറന്നുപോയി. ഞാൻ ഷൂട്ടിലായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് രാത്രി എത്തിയതായിരുന്നു. അപ്പം അർജുൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു കുറേ നേരമായിട്ട്, വരുന്നില്ല. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വർഷം മനസ്സിലായിരുന്നു. അപ്പോൾ കുറച്ച് മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു ഗോറില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നും ഒരു ക്ലാരിറ്റി, ഒരു ഐഡിയ കിട്ടും. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ടീമിനെ കുറിച്ച് ചോദിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയിരുന്നു. ബട്ട് എന്തൊക്കെയാണെങ്കിലും ഒരുപാട് സന്തോഷം. ഇപ്പോൾ ഇപ്പം മൂന്നാമത്തെ, ഞാൻ വന്നിട്ട് 3rd ഇയറാണ്, സെക്കൻഡ് സീസൺ. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റുന്നത് ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഇപ്പൊ നമ്മളൊരു ഈ ക്രിക്കറ്റ് ലീഗിൽ വന്നതിന് ശേഷം എല്ലാവരും കൂടി ഒരു ഓണം ആഘോഷിക്കാൻ സാധിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ലൊരു സുഹൃത്ത് ബന്ധം കൂടെ ഈ ക്രിക്കറ്റ് കളിയിലൂടെ ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും ഈ സുഹൃത്ത് ബന്ധവും ഈ ക്രിക്കറ്റിലൂടെ മുന്നോട്ട് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ഇതിന്റെ ബ്രാൻഡ് സെലിബ്രിറ്റിയോട് തിരഞ്ഞെടുത്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ CCF ആദ്യമായിട്ടാണ് ഇവിടെ. എല്ലാവരുടെ എനർജി കണ്ടിട്ട് ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. സീസൺ 1 പറ്റി കേട്ടു, സീസൺ 2 എന്താണെന്ന് അറിയാൻ ഒത്തിരി ക്യൂരിയസ് ആണ്. സോ എല്ലാവർക്കും, എല്ലാ ടീം മെമ്പേഴ്സിനും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് ഈവനിങ് എവരിബഡി, ഹാപ്പി ന്യൂ ഇയർ. ആദ്യമായിട്ട് നമ്മുടെ എൻ്റെ സെലിബ്രിറ്റി ഓണറായ അഖിൽ മാരാർ ഇവിടെ ഇല്ല. അദ്ദേഹം ക്രിക്കറ്റിൽ മാത്രമല്ല പുതിയൊരു ഇന്നിങ്സിന് കൂടി തുടക്കമിടാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹം കൊട്ടാരക്കരയിൽ നിന്ന് MLA സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ലിസ്റ്റിലുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് പുള്ളി ഇത്തിരി എൻഗേജഡ് ആയിരുന്നു. നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ സെറീനയും ടൂറിലാണ്. അദ്ദേഹം നമ്മുടെ അടുത്ത ഫംഗ്ഷനിൽ ചോദിച്ചതാണ്. ഞങ്ങളുടെ ഫിനിക്സ് പാർട്ട്നേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശോഭ ഒരു ഡയലോഗ്, അഖിലില്ലാത്തവരുടെ ശോഭ കുറച്ച് ഡയലോഗ് അടിച്ച് പോയിട്ടുണ്ട്. കുഴപ്പമില്ല, അടുത്ത പ്രോഗ്രാമിൽ നമ്മൾ അഖിലിറക്കിയിട്ട് കൗണ്ട് അടിക്കും. ഓക്കെ. കഴിഞ്ഞ വർഷം ഇതുപോലെ ഞങ്ങൾ വളരെ ക്രിക്കറ്റ് പാഷനേറ്റായ ഫാമിലിയാണ്. ആക്ച്വലി സ്കൂൾ ലെവലിൽ തുടങ്ങി കളിക്കുന്നു. ഈ 49-ാം വയസ്സിലും ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ്. പലരും എൻ്റെ അടുത്ത് വന്ന് താടി ഡൈലടിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫിറോസ് അമ്മാനത്ത് പറഞ്ഞ പുള്ളി ഒരു കഴിഞ്ഞ കൊണ്ട് നല്ല അടിപൊളി ഒരു 4 അടിച്ചു. ഞാൻ പോയി ഫീൽഡ് ചെയ്തു, നല്ല വീഡിയോ കിട്ടി. പക്ഷെ പുള്ളിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ വയസ്സന്മാരുടെ കൂടെയാണ് നീ 4 അടിക്കുന്നത് കൊണ്ട് പുള്ളി അത് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ വയസ്സല്ല ഇവിടെ ജസ്റ്റ് എ നമ്പർ, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. എനിവേ ഞങ്ങൾ കഴിഞ്ഞ വർഷം സഹായിച്ച് ഞങ്ങളുടെ ടീമിൻ്റെ നല്ല എഫേർട്ട് ഉണ്ടാക്കിയും അതുപോലെ എല്ലാവരും നന്നായിട്ട് കളിച്ചു. സെമി ഫൈനലിസ്റ്റുകളായി. ഇത്തവണ നമുക്കങ്ങനെ വലിയ തീരുമാനങ്ങളൊന്നുമില്ല. ഇതൊരു പുതിയ ഫോർമാറ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരുപാട് ബുദ്ധിമുട്ടി വെച്ച് കളിക്കേണ്ട കളി. ടോട്ടൽ ക്രിക്കറ്റിനേക്കാൾ ഇതൊരു ഭയങ്കര കാൽക്കുലേഷൻ. എല്ലാവരും കളിക്കാൻ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഫീൽഡിൽ പോകുന്ന ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനൊക്കെ ഇതിൽ 2-3 കാൽക്കുലേറ്ററായിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും. കാരണം അവിടെ നമ്മൾ ഫീൽഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്കോർ ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് വീണ്ടും ടീമിന്റെ ഭാഗം പറ്റിയതിൽ. ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ സാധാരണ കുറച്ചൊക്കെ കളി കഴിയുമ്പോൾ ഓൾമോസ്റ്റ് തീരാറാകുമ്പോഴത്തേനും ഏകദേശം ഒരു റിസൾട്ട് അറിയാൻ പറ്റും. പക്ഷെ ഈ ഒരു ഗെയിമിന്റെ പ്രത്യേകത, നമ്മൾക്ക് അത് ഫസ്റ്റ് ടൈമാണ് ഈ പറഞ്ഞ പോലെ ബോളിംഗ് ടീമിന് റൺസ് ആഡ് ആവുന്ന ഒരു സിസ്റ്റം. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ചില ഗെയിമൊക്കെ നമ്മൾ കണ്ടാവും, ലാസ്റ്റ് ഓവറൊക്കെ ആവുമ്പോൾ 6 റൺസ് അല്ലെങ്കിൽ 5 റൺസ് ഒക്കെ മതിയാവും ഓപ്പോസിറ്റ് ടീമിൽ ജയിക്കാനായിട്ട്. പക്ഷെ അവിടെയും നമ്മുടെ ബോളേഴ്സിന് ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു റോളാണ് ഈ പറഞ്ഞ പോലെ 3 ഡോട്ട് ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ 2 റൺസ് അവരുടെ ടീമിലേക്ക് ആഡ് ആവുന്നു. അപ്പം 6 റൺസ് ആണെങ്കിൽ അത് 8 റൺസ് ആയിട്ട് ടാർഗറ്റായി മാറുന്ന ഒരു സിസ്റ്റം അവിടെയുണ്ട്. അപ്പം ലാസ്റ്റ് ബോൾ വരെ മാച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഫോർമാറ്റാണ്. വളരെയധികം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. കുറച്ച് മനസ്സിലാക്കാൻ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കെങ്കിലും പക്ഷെ നല്ലൊരു എന്റർടൈൻമെന്റ് തന്നെയായിരിക്കും. എല്ലാ ടീമുകളും നന്നായിട്ട് കളിക്കാൻ പറ്റട്ടെ, ഇഞ്ചുറി ഇല്ലാതെ കളിക്കാൻ പറ്റട്ടെ.
അതുപോലെ വിന്നിംഗ് എന്ന് പറഞ്ഞത് സെക്കൻഡറി ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു ഗ്യാതറിംഗ് ആണ് ഇതിൽ ഏറ്റവും വലിയൊരു അസറ്റ്. അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത നമ്മുടെ CCF അതോറിറ്റീസിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. കാരണം ഈ ഒരു കൂട്ടായ്മയാണ് ഇതിൽ ഏറ്റവും വലിയ വിജയം. കളിയൊക്കെ സെക്കൻഡറി ആണ്. നമ്മൾ ഇതുവരെ വീണ്ടും കാണാൻ പറ്റിയതും നമുക്ക് ഇതുപോലെ മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടു കൂടി നല്ല ഹെൽത്തി ആയിട്ട് ഒരു ആക്സിഡന്റ് കൂടാണ്ട് കളിക്കാൻ പറ്റട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുന്നു. എല്ലാ ടീമുകൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഡിന്നറിനും ഈ ഒരു സ്പീച്ചിനും ഇടയിൽ വലിയ പ്രാധാന്യമില്ല. അതുകൊണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞ് വരണമെന്നാണ് പല ടീം ഓണേഴ്സും എന്നോട് കൈ കാണിച്ചത് അല്ലേ. അതുകൊണ്ട് ഗുഡ് നൈറ്റ്, താങ്ക് യു സോ മച്ച്. ഈ ഒരു ഫ്രട്ടേണിറ്റിക്ക് ഇപ്പം ആവശ്യം ഫുഡാണ്, അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. താങ്ക് യു സോ മച്ച് ഗൈസ്. നമുക്ക് കളിക്കണം. നല്ല ടീം കപ്പടിക്കട്ടെ. നമുക്ക് കപ്പടിക്കണം എന്നുള്ള അഹങ്കാരമൊന്നുമില്ല അല്ലേ, അങ്ങനെയൊന്നുമില്ലല്ലോ. കിട്ടിയാലും എടുത്ത് പൊക്കാനുള്ള ശക്തി ഇല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് അത് കിട്ടാതെയും തോന്നുന്നു. എന്തായാലും let the best team win. Let's play a great cricket. Thank you so much. Amazing, Maima. So ഈ തവണയും സപ്പോർട്ട് ഉണ്ടാവും ഈ ടീമിനെ വിജയത്തിലെത്തിക്കും അല്ലേ? Good evening everyone. Happy New Year. CCF ആയിട്ടുള്ള സെക്കൻഡ് അസോസിയേഷൻ ആണ് ഇത്തവണയും സീക്കോ സെയിലേഴ്സിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ സെലിബ്രിറ്റി ഓണർ ഉണ്ണിയപ്പൂന്ന് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി ഓക്യുപ്പൈഡ് ആണ്. പിന്നെ ഞങ്ങളുടെ ടീം ഓണേഴ്സ് പ്രഭിരാജേട്ടൻ, സുദീപേട്ടൻ, ഞങ്ങളുടെ നെടുന്തൂണായ പ്രശോഭേട്ടൻ. We are really excited. കഴിഞ്ഞ തവണ unfortunately we couldn't win. ഇത്തവണ ജയിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. And good luck to all the other teams. Thank you. അടുത്ത തവണ എല്ലായിടം ഞങ്ങളുടെ ടീമിന്റെ പേര് സീഹോസ് സെയിലേഴ്സ് എന്ന് ആക്കണമെന്ന് പരിവാ വന്നിട്ടുണ്ട്. എന്തായാലും ഇത്തവണ ഉണ്ണിയില്ലാത്തോണ്ട് മിസ്സിംഗ് ആണ്. അതിനോടൊപ്പം തന്നെ പ്രദീപ് എല്ലാം സ്ട്രക്റ്റാണ്. ഏതായാലും ഉണ്ണി തിരിച്ച് ഗ്രൗണ്ടിൽ വരുമ്പോൾ പ്രതീക്ഷിക്കുന്നു. എല്ലാ ടീമിനും ഒരിക്കൽ കൂടി വിജയാശംസകൾ. ക്രിക്കറ്റ് എൻജോയ് ചെയ്യാറുണ്ട്. ഐ ആം സോ എക്സൈറ്റഡ് ടു ബി എ പാർട്ട് ഓഫ് CCF. ശരിക്കും കഴിഞ്ഞ വട്ടത്തെ ഒക്കെ ലൈവ് സ്ട്രീമിംഗ് ആണ് കണ്ടിട്ടുള്ളത്. ദിസ് ടൈം ഐ കുഡ് ബി എ പാർട്ട് ഓഫ് ദി ടീം ആൻഡ് നേരത്തെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. And I'm sure this is going to be one of the best things that is going to happen as we step into 2026. പിന്നെ Tinsel Town of Mollywood is coming together for this. This is something beyond cricket എന്ന് തന്നെ പറയാം. വളരെയധികം എക്സൈറ്റഡ് ആണ്. Thank you so much to our beloved honor for inviting me. Okay, looking forward to a very engaging, healthy and fun-filled match. Thank you.